നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ തന്നെ കണക്കാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള അറിയിപ്പുകൾ മാധ്യമങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യത്തോടെയാണ് കേരളത്തിലെ അതിന് കാരണം വലിയ തോതിൽ ആശങ്കയിൽ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അത് 2016 തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ഓർമ്മിച്ച് നോക്കിയാൽ മതി. 10 വർഷം പഴക്കമുണ്ടെങ്കിലും ഓർമ്മ പുതുക്കാൻ നോക്കിയാൽ എല്ലാവരുടെയും മനസ്സിലത് നല്ലതുപോലെ ഉയർന്നു വരും. ആ കാലം കേരളത്തിലെ എല്ലാ മേഖലയും തകർന്നു കിടക്കുന്ന നിലയായിരുന്നു. എന്നാൽ അവിടുന്ന് മാറ്റം വന്നു. ആ മാറ്റമാണ് 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം കേരളം അനുഭവിച്ചത്. ഇവിടെ ഒരു തരത്തിലും നടക്കില്ല എന്ന് കരുതിയ എല്ലാ പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്ന സ്ഥിതി വന്നു. അതോടൊപ്പം നമ്മുടെ നാട് ഒരു കാലവും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നേരിടേണ്ടി വന്നു. ആ കാര്യത്തിൽ നമ്മെ സഹായിക്കണമായിരുന്നു. അത് സാധാരണ നിലയിൽ സംസ്ഥാനത്ത് അർഹതപ്പെട്ടതാണ്. ആ സഹായം സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. പക്ഷേ നമ്മുടെ അനുഭവം ഒന്നിലും സഹായം ലഭിച്ചില്ല എന്നതാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018. അതിൻ്റെ തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ആ പ്രളയകാലത്ത് കേരളം തകർന്നു പോകുന്നല്ലോ എന്ന് വേദനിച്ചവരാണ് കേരളത്തെ നെഞ്ചേറ്റിയവർ. പക്ഷേ നമുക്ക് സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല. സഹായിക്കാൻ സന്നദ്ധമായി വന്ന വിദേശ രാഷ്ട്രങ്ങളുണ്ട്. അവരോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരേ വികാരമായിരുന്നു, തകരട്ടെ. ആരാണ് തകരുന്നത്? കേരളം, കേരളത്തിലെ ജനങ്ങൾ. ഈ ഒരു ചിന്തയാണ് കേന്ദ്ര ഗവൺമെന്റ് നയിക്കുന്ന BJPക്കും ഉണ്ടായത്. നിർഭാഗ്യകരമായൊരു വശം, ഇത്തരം കാര്യങ്ങളിൽ നാടാകെ ഒന്നിച്ചു നിൽക്കും. എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടും. പക്ഷേ നമ്മുടേത് ദുരനുഭവമായിരുന്നു. ഇവിടുത്തെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മുഖം തിരിച്ചു നിന്നു. കേരളത്തിൽ നിന്നും ജയിച്ചുപോയ MP-മാര് പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റിനോട്
ഈ കാര്യത്തിൽ ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ തയ്യാറായില്ല. നമ്മുടെ നാടിന്റെ അമർഷം അറിയിക്കാൻ തയ്യാറായില്ല. എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന സമീപനം ഇവിടുന്ന് പോയ UDF എംപിമാർ സ്വീകരിച്ചു. നമ്മുടെ നാട് തകരട്ടെ എന്ന BJPയുടെ ചിന്തയോടൊപ്പം അണിനിരക്കാനാണ് കോൺഗ്രസും ലീഗും UDFും തയ്യാറായത്. എന്നാൽ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ അതിജീവനം രാജ്യവും ലോകവും അത്ഭുതാകരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. ഇവിടെ ഇതെല്ലാമായിട്ടും നല്ല രീതിയിലുള്ള അതിജീവനം ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനിടയാക്കിയത് ജനങ്ങളുടെ ഒരുമയും നാടിന്റെ ഐക്യവുമായിരുന്നു. ഇത് എല്ലാ കാര്യത്തിലും തുറന്നു വന്നു എന്നാണ് കാണാൻ സാധിക്കുക.